നമസ്കാരം. ഹരി വി ജെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ക്ഷേത്ര ദർശനം എന്ന വിഷയമാണ്. അപ്പം എന്താണ് ഈ ക്ഷേത്ര ദർശനം? നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴേ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. എന്നാൽ ക്ഷേത്രത്തിൽ ചെന്ന് എന്താണ് നമ്മൾ അവിടുന്ന് നേടി വരിക, അല്ല എന്താണ് അവിടുന്ന് നമ്മൾ സായുജ്യമണഞ്ഞു വരുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ, നിങ്ങളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് മൂക്ക്, നാക്ക്, കണ്ണ്, ചെവി, ത്വക്ക്, ഇങ്ങനെ ഈ 5 ഇന്ദ്രിയങ്ങളാണ്. ഈ 5 ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ 5 ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള വസ്തുക്കളെ സമാഹരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു പൂജാരി അവിടെ ഉണ്ടാവും. 5 ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിക്കാനുള്ള സാമഗ്രികൾ, അതിൻ്റെ ടൂൾസ് കൊണ്ട് അവരവിടെ, പൂജാരിയുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിക്കാനുള്ള ടൂൾസുകൾ സമ്പാദിച്ച് അവിടെ വെക്കുക എന്നുള്ളതാണ്. ഇതാണ് അവരുടെ കർത്തവ്യം. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭഗവാനെ കാണാനാണ് നമ്മളവിടെ ചെല്ലുക. അപ്പം നമ്മൾ ആദ്യമേ എങ്ങനെ ഭഗവാനെ അവിടെ ചെന്ന് കാണുമ്പോഴേ, നമ്മൾ പൊതുവേ ഹിന്ദു വിശ്വാസമനുസരിച്ച്, അല്ലെ ഭാരതീയ സംസ്കാരമനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിഗ്രഹാരാധികളാണെന്നാണ്. ഒരിക്കലുമല്ല, നമ്മൾ ബിംബാരാധികളാണ്. ബിംബങ്ങളെ ആരാധിക്കാത്തവർക്ക് ഈ ലോകത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. കാരണം അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതം തന്നെ. നമ്മുടെ ചിന്തകൾ ബിംബരൂപത്തിലാകുമ്പോഴാണ് നമുക്കൊരു, രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആ ബിംബരൂപം കണ്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ബോധം ക്ഷയിച്ചു എന്നുള്ളതാണ്. ബിംബരൂപങ്ങളെ കാണാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ, നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു രൂപം, അല്ലെങ്കിൽ പുറത്തുള്ള നമ്മുടെ ആ ഭാവനയിലുള്ള ആ രൂപം നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിൽ പ്രശ്നമാണ് നമുക്ക്. അപ്പോൾ ബിംബങ്ങളെ ആരാധിക്കാതെ ഒരു നിമിഷം പോലും ലോകത്തിലെ ഒരു ജീവിക്കും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അപ്പം ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുമ്പോഴേ, നമ്മളിപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമുക്കിതിന് മുന്നേ നമ്മൾ മറന്നു പോയിരിക്കുന്ന ഒരാൾ നമ്മളെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചാൽ, അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപങ്ങളൊന്നും നമുക്കറിയത്തില്ല, ആ ഓർമ്മയിലില്ല. മറിച്ച് ഓർമ്മയിലുണ്ട്, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഓർമ്മയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഫോൺ ചെയ്യുമ്പോൾ അയാളുടെ ചോദിക്കും, ആരാ, മനസ്സിലായില്ലല്ലോ, ആരാ, എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴേ, എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, അല്ല ഞാൻ ഇങ്ങനെ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഫുള്ള് പിക്ചറ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുക. അദ്ദേഹത്തെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിംബം, അയാളുടെ ഒരു ബിംബം നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. ആ ബിംബത്തെ അയാളുടെ മനസ്സിലാക്കി നമ്മൾ അയാളുമായിട്ട് പിന്നുള്ള കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കുമ്പോൾ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേ, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് അദ്ദേഹത്തെ കൃത്യമായിട്ട് കാണുക. ഇങ്ങനെ എല്ലാ രൂപങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് കാണുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല.
അപ്പോൾ ആളെ നമുക്ക് മനസ്സിലാകുന്ന എങ്ങനെ, ഞാൻ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ബിംബം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഉള്ളിൽ വന്ന ബിംബങ്ങൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്ന് നമ്മൾ ചോദിച്ചാൽ, നമുക്ക് കൃത്യമായിട്ടൊരു എങ്ങനെ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യത നമുക്ക് വേണം. അപ്പോൾ ആ കൃത്യതയിലേക്കാണ് നമ്മളെത്തുക. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ഒന്നും വർക്കാവുന്നതിൽ ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പം ചെവിക്ക് കേൾവി ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫങ്ഷൻ വർക്കാവുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. മറിച്ച് നമുക്ക് കണ്ണുകൾ കാണാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു ഫങ്ഷൻ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. മൂക്കിന് അത് ആ ഒരു ഫങ്ഷൻ വർക്കാവുന്നില്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. പിന്നെ നാവിന്, ത്വക്കിന്, ഇതെല്ലാം തന്നെ നമുക്ക് ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെങ്കിൽ അത് സംസ്കരിച്ച് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൽ നമുക്കിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നമ്മൾ സർവ്വ ഇന്ദ്രിയങ്ങളിലെയും കൺട്രോൾ ചെയ്യുന്നതാണ് നയനം. അതാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് നയനം എന്ന കണ്ണെന്ന പ്രക്രിയയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കുന്നതായിട്ട് നമുക്ക് ആരോടും നമ്മളുടെ വീട്ടിൽ നിന്ന് അമ്മയോ അച്ഛനോ ഒക്കെ പോകുമ്പോൾ എന്നാൽ നീ അവിടെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഒന്ന് കണ്ണടച്ചേര് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ കണ്ണടയ്ക്കുന്നു. കാരണം എന്നാ, സകല സംഭവവും ഉള്ളിലാണ് ഉള്ളത്. നമ്മൾ ആ ബിംബത്തിൻ്റെ പ്രതിരൂപം കണ്ട് നമ്മൾ കണ്ണടച്ച് ഉള്ളിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ ആ ഉള്ളിൽ നമ്മൾ കാണുക. അപ്പോൾ ഒരു ഇന്ദ്രിയം അടയുമ്പോൾ അടുത്ത ഇന്ദ്രിയം ഉണരുന്നു. അടുത്ത ഇന്ദ്രിയം ഉണരുന്നത് എങ്ങനെയാണ്? കണ്ണടയ്ക്കുമ്പോൾ ആ മൂക്ക് മറ്റിന്ദ്രിയങ്ങളെല്ലാം ജാഗ്രതയോടിരിക്കുക. കാരണം ഒരു ഇന്ദ്രിയങ്ങളെ മറ്റിന്ദ്രിയങ്ങൾ അതിനും കൂടെ പവർഫുള്ളായി മാറും. അങ്ങനെ പവർഫുള്ളായി മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഇന്ദ്രിയത്തിന് ഇല്ലാത്ത അറിവും കൂടെ മറ്റേത് സ്വീകരിക്കാൻ റെഡിയാകും. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ കണ്ണിനെ അടച്ച് നമ്മൾ കണ്ണിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ണിനെ അടച്ച് നമ്മൾ ആ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു രൂപത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്തത് ചെവി എഴുന്നേറ്റ് വരും. ചെവി വളരെ തന്നെ ജാഗ്രതയോടിരിക്കും. അപ്പോൾ എന്താവും? ആ ചെവിയെ ഒതുക്കാനുള്ള എന്തെങ്കിലും ഒരു സംരംഭം അവിടെ വേണം. അതിനാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ മണിനാദങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണിനാദം കേട്ട് കഴിയുമ്പോൾ ആ ചെവി നമ്മൾ ആ സൗണ്ടുമായിട്ട് ഒന്നിച്ച് വരുമ്പോൾ അതൊന്ന് ജാഗ്രതയിലെത്തും. അത് കഴിയുമ്പോഴാണ് പിന്നെ അടുത്തത് നമ്മുടെ മൂക്ക് അതിനെ ആ ഒരു സംഭവത്തിലേക്ക് എത്താൻ ശ്രമിക്കും. അപ്പോൾ പിന്നെ അതിനെ നമ്മളൊന്ന് അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോഴെന്താവും? അതിനെ നമുക്ക് അമർത്തി നിർത്താൻ പറ്റില്ല. ഈ കണ്ണടച്ചതുപോലെ അതിനടച്ചാൽ നമ്മുടെ കാറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണ്ടി നമ്മളതിനെ ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി ഒരു അഗർബത്തി, അത് ചന്ദനത്തിരി കത്തിച്ച് വെക്കും. അപ്പോൾ അതിനെന്താവും? അത് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് കിട്ടുമ്പോൾ അതങ്ങ് ശാന്തനാവും. അതിനെ സന്തോഷിപ്പിച്ച് അത് നിലനിർത്തും. തുടർന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേ അടുത്തത് എന്താവും? നാവ് ചാടി എഴുന്നേക്കും, അല്ലേ? നാവ് അതിന് ചാടി എഴുന്നേൽക്കുമ്പോൾ നാവിനെ എന്താവും? ആ നാവിനെ സന്തോഷിക്കുന്ന ആ തീർത്ഥം കിട്ടുമ്പോൾ ആ നാവിനെ ആ ഒരു സന്തോഷം കിട്ടുമ്പോൾ അത് നമ്മൾ വഹിച്ചു കഴിയുമ്പോൾ അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നു. ആ സാറ്റിസ്ഫൈഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെ പൂർണ്ണതയിലെത്തിക്കുക. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കലാണ് ക്ഷേത്ര ദർശനം. ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം തന്നെ സന്തോഷിപ്പിച്ച് ഓരോ തലത്തിൽ നിന്നുകൊണ്ട് ഓരോന്നിനെയും സന്തോഷിപ്പിച്ച് ആ സന്തോഷത്തിൻ്റെ പ്രതിനിധിയിലേക്ക് എത്തിക്കുന്നതാണ്, ആ രൂപത്തിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ക്ഷേത്ര ദർശനങ്ങൾ മൊത്തം. ആ ക്ഷേത്ര ദർശനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ബിംബാരാധികളല്ല. നമ്മൾ തിരിച്ചും നമ്മൾ ഈ ദൈവികതയെ ഡയറക്റ്റ് തിരിച്ചറിയുന്നതാണ്. കാരണം ഒരു രൂപമില്ലാതെ നമുക്ക്, ഒരു രൂപവും ദൃശ്യവുമില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ധ്യാനത്തിലേക്ക് നമുക്ക് മുഴുകാൻ പറ്റില്ല. നമുക്കൊരു രൂപം മുന്നിൽ വേണം. ആ രൂപമില്ലാതെ ഒരു ജീവിക്ക് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ബിംബങ്ങളെ ആരാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ബിംബങ്ങളെ ധ്യാനിക്കാത്ത ഒരാൾക്കും ഈ ലോകത്തിൽ നിലനിൽക്കാൻ പറ്റില്ല.
അല്ലെങ്കിൽ അത് അബോധാവസ്ഥയിലായിരിക്കും. അങ്ങനെ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനെ ആ വ്യക്തിയെ അബോധാവസ്ഥയിലുണ്ടാവണം. അല്ലാത്തവർക്കെല്ലാവരും ഈ ഒരു ധ്യാനം നമ്മുടെ ഉള്ളിൽ വേണം. ധ്യാനമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിൻ്റെ ആ രൂപകൽപ്പനകളാണ്. രൂപകൽപ്പനകളെന്ന് ഉദ്ദേശിക്കുന്നതും ശരിക്കും നമുക്കൊരു പ്ലാനിങ്ങാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാൻ ചെല്ലുമ്പോൾ ആ റൂട്ടിനെ കുറിച്ചുള്ള ഒരു ധ്യാനമുണ്ട്. ആ റൂട്ട് ഇന്ന റൂട്ടിൽ കൂടെ ആയിരിക്കണം, അത് ആ ലെവലിൽ കൂടെ ആയിരിക്കണം എന്നുള്ള ധ്യാനമുണ്ടാവണം. ആ ധ്യാനത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ബിംബങ്ങളെ ആരാധിക്കാതെ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. കാരണം അങ്ങനെ ബിംബങ്ങളെ ആരാധിക്കാത്ത ഒരാൾക്കും ഈ ലോകത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ശാസ്ത്രീയമായൊരു തെളിവ് തന്നെയാണ് നമ്മുടെ ക്ഷേത്ര ദർശനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആ ഒരു 5 ഇന്ദ്രിയങ്ങളെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഈ 5 എണ്ണത്തിൽ കൂടെ സംസ്കരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷനാണ് നമ്മൾ ഈ ലോകത്തിനെ പ്രസരിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും നമ്മൾ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിൽ കിട്ടുന്ന ഇൻഫർമേഷനെ സംസ്കരിച്ചിട്ട് അതിനെ നമ്മൾ ഒരറിവാക്കി മാറ്റി ആ അറിവാണ് നമ്മൾ ഇന്ന് ഈ ലോകത്ത് പ്രസരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നു, ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജാതി പ്രഭക ന കർമ്മഫല സംയോഗം സ്വഭാവവസ്തു പ്രവർത്തതേ. നമ്മുടെ സ്വഭാവങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഈ കിട്ടുന്ന അറിവുകളെല്ലാം തന്നെ നമ്മൾ സംയോജിപ്പിച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്ന ആ സ്വഭാവമാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും ഓരോ സ്വഭാവങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ന കർത്തൃത്വം നമ്മുടെ കർത്തവ്യങ്ങളെയല്ല പ്രാധാന്യം ചെയ്യുന്നത്. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജാതി പ്രഭക ന കർമ്മഫല സംയോഗം സ്വഭാവവസ്തു പ്രവർത്തി. നമ്മുടെ സ്വഭാവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ കർത്തവ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം എന്ന് പറയുന്ന 5 ഇന്ദ്രിയങ്ങളെ നമ്മുടെ മുഖത്തിൻ്റെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ തലയിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിലിരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളെ ആ 5 ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കലാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോഴേ നമ്മൾ ഇപ്പം കാലങ്ങളുടെ ആ മാറ്റങ്ങളുടെ അനുസരിച്ചിട്ട് ഈ ഇന്ദ്രിയങ്ങളെ അല്ല നമ്മൾ നോക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയാൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല. വേറെ പല കാര്യങ്ങൾ അവിടെ